പ്രധാനമാണ്. ആറന്മുളയിലും തിരുവോണ ദിവസം ഏറെ പ്രത്യേകതകളാണ്. കാരണം ആറന്മുളയിലെ തിരുവോണത്തോണി അല്ലേ, ഇപ്പോൾ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് തിരുവോണത്തോണി രാവിലെ തന്നെ എത്തിയിരുന്നു. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് ആരംഭിച്ച യാത്രയാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി ആറന്മുളയപ്പൻ്റെ ക്ഷേത്രക്കടവിലേക്ക് എത്തിയത്. കുമാരനല്ലൂർ മാങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇക്കൊല്ലം തിരുവോണത്തോണിക്ക് നായകത്വം വഹിച്ചത്. തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രക്കടവിലെത്തി. ഇന്നലെ വൈകിട്ട് മങ്ങാട്ട് അനൂപ് നാരായണ ഭട്ടതിരിയുടെ നായകത്വത്തിൽ കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു യാത്ര ആരംഭിച്ചത്. മഴയത്തും നൂറുകണക്കിന് ഭക്തരാണ് തിരുവോണത്തോണിയെ സ്വീകരിക്കാനെത്തിയത്. 6 മണിയോടെ ക്ഷേത്രക്കടവിലെത്തിയ തിരുവോണത്തോണിയെ ക്ഷേത്രം ഭാരവാഹികളും കരക്കാരും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. 18 കുടുംബങ്ങളിൽ നിന്ന് ഉരലിൽ കുത്തിയെടുത്ത അരി മുതൽ കദളിപ്പഴം വരെയുള്ള സർവ്വ വിഭവങ്ങളും തിരുവോണത്തോണിയിൽ ഉണ്ടാകും. 52 പള്ളിയോടങ്ങൾ തിരുവോണത്തോണിക്ക് അകമ്പടിയായെത്തി. കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കൈമാറിയ വിളക്ക് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കെടാവിളക്കിലേക്ക് അഗ്നിയായി പകർന്നു. ഇതിനുശേഷം ക്ഷേത്രത്തിലെ ദിവസപൂജകൾ ആരംഭിച്ചു. വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം കിഴി സമർപ്പിച്ചാണ് മങ്ങാട്ട് ഭട്ടതിരി തിരികെ മടങ്ങുക. മഴയത്തും ഭക്തിസാന്ദ്രമായി ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. കണ്ണനെന്നെ കാണും നേരം എന്തായാലും ചെന്താമര കണ്ണനെന്നെ കാണും നേരം എന്തായാലും ചെന്താമര കണ്ണനെന്നെ കാണും നേരം. തിരുവോണ ദിവസം ആറന്മുള ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ മൂർധന്യാവസ്ഥയിലെത്തും. 9-ാം തീയതി നടക്കുന്ന ഉത്രട്ടാതി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങളിലാണ് ക്ഷേത്രം ഭാരവാഹികൾ. ആറന്മുളയിൽ നിന്നും അഫ്സലാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.